ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നതും പാരൻസിന് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതുമായ വളരെ ഒരു സിമ്പിൾ റെസിപ്പി നോക്കിയാലോ. ക്രീമി മാക്രോണി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ 1.5 കപ്പ് മാക്രോണിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അതിനനുസരിച്ച് നമുക്ക് മാക്രോണി എടുക്കാം. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ട് ചൂടായ വെള്ളത്തിലേക്ക് ഈ മാക്രോണി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് അടച്ച് വെച്ചിട്ട് ഇതുപോലെ വെള്ളം തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് വെള്ളം നന്നായി തിളച്ചതിന് ശേഷം നമുക്കിതുപോലൊരു കയ്യിലോ അല്ലെങ്കിൽ ഓട്ടപ്പാത്രമോ എന്തെങ്കിലും എടുത്ത് അതിലേക്ക് ഇത് മാറ്റിയിടാം. പാൻ അടുപ്പത്ത് വെക്കുക. പാൻ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതാക്കി അരിഞ്ഞതും ഇട്ട് കൊടുക്കുക. ഇത് ഇഞ്ചിൻ്റെ വെളുത്തുള്ളി പച്ചച്ചുവ മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവാള, ഒരു ചെറിയ തക്കാളി, ഒരു 2 പച്ചമുളക്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത് ഇതിട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. ആ പാലൊന്ന് നന്നായിട്ടൊന്ന് ഏകദേശം ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് 1/4 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു ക്രീമി രൂപത്തിലായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച മാക്രോണി ഇട്ട് കൊടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തായാലും ഇത് ഇഷ്ടപ്പെടും. അപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് ഇനിയും വെജിറ്റബിൾസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ, കുട്ടികളുടെ ടേസ്റ്റ് പോലെ. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ ബൈ.